ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 5th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് എന്നുള്ളതാണ് മൊഡ്യൂളിൻ്റെ പേര്. കൊളോണിയലിസവും അതിൻ്റെ പ്രയോഗവും. Imperialism may be defined as the process of capitalist development which leads the capitalist countries to conquer and dominate pre-capitalist countries of the world. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുതലാളിത്തത്തിന് മുമ്പുള്ള രാജ്യങ്ങളെ കീഴടക്കാനും ആധിപത്യം സ്ഥാപിക്കാനും മുതലാളിത്ത രാജ്യങ്ങളെ നയിക്കുന്ന മുതലാളിത്ത വികസന പ്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ? ലോകത്തെ മുതലാളിത്തത്തിന് മുമ്പുള്ള രാജ്യത്തെ കീഴടക്കാനും ആധിപത്യം സ്ഥാപിക്കാനും മുതലാളിത്ത രാജ്യങ്ങളെ നയിക്കുന്ന മുതലാളിത്ത വികസന പ്രക്രിയയാണ് എന്തു പറയുക? സാമ്രാജ്യത്വം എന്ന് പറയാം. More narrowly, the term imperialism is used to denote or describe the relations of political and economic domination between metropolis and the countries it subjugates or dominates. സാമ്രാജ്യത്വം എന്ന പദം മെട്രോപോളിസും അത് കീഴടക്കുന്നതോ ആധിപത്യം പുലർത്തുന്നതോ ആയിട്ടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആധിപത്യത്തിൻ്റെ ബന്ധങ്ങളെ സൂചിപ്പിക്കാനോ വിവരിക്കാനോ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ എന്താണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ? ലോകത്തെ മുതലാളിത്തത്തിന് മുമ്പുള്ള രാജ്യങ്ങളെ കീഴടക്കാനും ആധിപത്യം സ്ഥാപിക്കാനും മുതലാളിത്ത രാജ്യങ്ങളെ നയിക്കുന്ന മുതലാളിത്ത വികസന പ്രക്രിയയാണ് എന്തു പറയുക? സാമ്രാജ്യത്വം എന്ന് പറയുക. അപ്പോൾ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ നാരോ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ സാമ്രാജ്യത്വം എന്ന പദം മെട്രോപോളിസും അത് കീഴടക്കുന്നതോ ആധിപത്യം പുലർത്തുന്നതോ ആയ രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആധിപത്യത്തിൻ്റെ ബന്ധങ്ങളെ സൂചിപ്പിക്കാനോ വിവരിക്കാനോ ഉപയോഗിക്കുന്ന പദമാണ്. The country which is subjugated by a metropolitan capitalist country is described as a colony, and what happens in a colony is colonialism. ഒരു മെട്രോപൊളിറ്റൻ മുതലാളിത്ത രാജ്യം കീഴടക്കുന്ന രാജ്യത്തെ ഒരു കോളനി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോളനിയിൽ സംഭവിക്കുന്നത് എന്താണ്? കൊളോണിയലിസം ആണ്. ദ ടോട്ടൽ സിസ്റ്റം ഓഫ് ഇമ്പീരിയലിസ്റ്റ് ഡോമിനേഷൻ ഓഫ് എ പ്രീ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ഈസ് കൊളോണിയലിസം. ദ സ്റ്റഡി ഓഫ് ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം ഈസ് ക്ലോസ്ലി കോറിലേറ്റഡ്. മുതലാളിത്തത്തിന് മുമ്പുള്ള ഒരു രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ ആധിപത്യത്തിൻ്റെ ആകെ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? കൊളോണിയലിസം എന്ന് പറയുക. സാമ്രാജ്യത്വത്തെയും കൊളോണിയലിസത്തെയും കുറിച്ചുള്ള പഠനം പരസ്പരം കോറിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത്. ഒരു മെട്രോപൊളിറ്റൻ മുതലാളിത്ത രാജ്യം, നമ്മൾ ഇന്ത്യയിലെ കൊളോണിയലിസത്തിൻ്റെ കാലം നോക്കുമ്പോൾ ബ്രിട്ടൻ പോലുള്ള ഒരു മുതലാളിത്ത രാജ്യം കീഴടക്കുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു കോളനി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോളനിയിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ കൊളോണിയലിസമാണ് സംഭവിക്കുന്നത്. അതായത് മുതലാളിത്തത്തിന് മുമ്പുള്ള ഒരു രാജ്യത്തിൻ്റെ സാമ്രാജ്യ ആധിപത്യത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? കൊളോണിയലിസം എന്ന് പറയുക. ആ രാജ്യം മുമ്പുള്ള അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും മാറി പൂർണ്ണമായും ഈ രാജ്യത്തിൻ്റെ അണ്ടറിലേക്ക് വരികയാണ്. അവിടെ കോളനി വൽക്കരണം നടക്കുകയാണ്. ഇതിനാണ് കൊളോണിയലിസം എന്ന് പറയുക. അപ്പോൾ ഈ സാമ്രാജ്യത്തെയും കൊളോണിയലിസത്തെയും കുറിച്ചുള്ള പഠനം എന്നുള്ളത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതായത് ഒന്നിനെ പഠിക്കുമ്പോൾ നമുക്ക് മറ്റതും പഠിക്കേണ്ടതായിട്ട് വരുന്നു, കാരണം അത് കോറിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ കൊളോണിയലിസം വേരിയസ് വ്യൂ പോയിൻറ്റ്സ്. കൊളോണിയലിസത്തെ കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Colonialism is defined as control by one power over a dependent area or people. It occurs when one nation subjugates another, conquering its population and exploiting it, often while forcing its own language and cultural values upon its people. The various views regarding colonialism are as follows. എന്താ കൊളോണിയലിസത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ? കൊളോണിയലിസത്തെ നിർവഹിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ആശ്രിത പ്രദേശത്തിൻ്റെയോ ജനങ്ങളുടെയോ മേലുള്ള ഒരു ശക്തിപരമായ നിയന്ത്രണം, ഒരു ശക്തിയുടെ നിയന്ത്രണം. ഏത് ശക്തിയാണ്? ആ ശക്തി ആരാണ്? അതായത് അവിടെ കുടിയേറി പാർത്തവർ അല്ലെങ്കിൽ അവിടെ അധീശത്വം സ്ഥാപിക്കാൻ വന്നവർ, അവരുടെ നിയന്ത്രണത്തിൽ ഒരു ആശ്രിത പ്രദേശം മാറുന്ന അവസ്ഥയാണെന്ത്? കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു രാഷ്ട്രം മറ്റൊന്നിനെ കീഴ്പ്പെടുത്തുകയും അതിൻ്റെ ജനസംഖ്യ കീഴടക്കുകയും
ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ എന്തു പറയാം, കൊളോണിയലിസം എന്ന് പറയാം. അപ്പോൾ പലപ്പോഴും സ്വന്തം ഭാഷയും സാംസ്കാരിക മൂല്യങ്ങളും എല്ലാം തന്നെ ആ കീഴടക്കപ്പെടുന്ന രാജ്യത്തിന് നഷ്ടമാവുന്ന അവസ്ഥയാണ് കൊളോണിയലിസത്തിൽ സംഭവിക്കുന്നത്. പകരം ആ കുടിയേറിയവർ അല്ലെങ്കിൽ അധീശത്വം സ്ഥാപിച്ചവർ അവരുടെ സാംസ്കാരിക മൂല്യങ്ങളും അവരുടെ ഭാഷയും ഒക്കെ അവിടെയുള്ള ആ പ്രദേശത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കൊളോണിയലിസം കീപ്സ് ദ സൊസൈറ്റി അൺചേഞ്ച്ഡ്. ആ സമൂഹത്തെ മാറ്റമില്ലാതെ നിലനിർത്തുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ ദ കൊളോണിയൽ സൊസൈറ്റി വാസ് ബേസിക്കലി എ ട്രഡീഷണൽ സൊസൈറ്റി, ഓർ ഇൻ അതർ വേർഡ്സ് കൊളോണിയലിസം റിട്ടൈൻഡ് ബേസിക് സോഷ്യോ എക്കണോമിക് എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് പ്രീ കൊളോണിയൽ സൊസൈറ്റി. Post-colonial societies then begin the task of modernization from a traditional socio-economic structure. ഈ ഒരു വീക്ഷണം അനുസരിച്ച് കൊളോണിയൽ സമൂഹം അടിസ്ഥാനപരമായി ഒരു പരമ്പരാഗത സമൂഹമായിരുന്നു. അല്ലെങ്കിൽ കൊളോണിയലിസത്തിന് മുമ്പുള്ള സമൂഹത്തിന്റെ അടിസ്ഥാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളും ഘടനയും നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. കൊളോണിയലിസത്തിന് ശേഷമുള്ള സമൂഹങ്ങൾ ഒരു പരമ്പരാഗത സാമൂഹിക സാമ്പത്തിക ഘടനയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി എന്തു ചെയ്യും, അവർ ആധുനികമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, സാമ്പത്തിക ഘടനയിലേക്ക് അവർ മാറ്റപ്പെടുന്നുണ്ട്. ഇത് കൊളോണിയലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് കൊളോണിയലിസം സമൂഹത്തെ മാറ്റമില്ലാതെ നിലനിർത്തുന്നു എന്നൊരു വീക്ഷണം അനുസരിച്ച് കൊളോണിയൽ സമൂഹം അടിസ്ഥാനപരമായി ഒരു പരമ്പരാഗത സമൂഹമായിരുന്നു. അല്ലെങ്കിൽ കൊളോണിയലിസത്തിന് മുമ്പുള്ള സമൂഹത്തിൻ്റെ അടിസ്ഥാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളും ഘടനയും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് ശേഷമുള്ള സമൂഹം എന്താണ്, ആ പരമ്പരാഗത സാമൂഹിക സാമ്പത്തിക ഘടനയിൽ നിന്ന് അവർ മാറിയിട്ട് ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി കൊളോണിയലിസം റെപ്രസെൻറ്റ് ട്രാൻസിഷണൽ സൊസൈറ്റി. എന്താ ട്രാൻസിഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പരിവർത്തന സമൂഹത്തെ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് കൊളോണിയലിസം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. This view sees colonialism as representing a transitional society, that is, a society which was being transformed economically, socially and politically from a traditional pre-colonial society into a modern capitalist society. അതായത് ഒരു പരിവർത്തന സമൂഹത്തെയാണ് കൊളോണിയലിസം പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ഷണം അനുസരിച്ച് ഒരു പരമ്പരാഗത കൊളോണിയൽ പൂർവ്വ സമൂഹത്തിൽ നിന്ന് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒരു ആധുനിക മുതലാളിത്ത സമൂഹമായിട്ട് കൊളോണിയലിസം ആ ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നുണ്ട്. ഈ ഒരു വീക്ഷണത്തിൻ്റെ അനുയായികളും വിശ്വസിക്കുന്നത് എന്താണ്? വേണ്ടത്ര സമയം ലഭിച്ചിരുന്നെങ്കിൽ കൊളോണിയലിസം അട്ടിമറിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ദൗത്യത്തിൽ വിജയിക്കുമായിരുന്നു. അതായത് ഒരു പരിവർത്തന സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വിജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ തീർത്തും ആധുനിക സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ വിജയിക്കുമായിരുന്നു എന്നാണ് ഈ ഒരു അഭിപ്രായത്തിൻ്റെ വക്താക്കൾ പറയുന്നത്. ഇനി എന്താണ് ഡ്യുവലിസ്റ്റിക് സൊസൈറ്റി? എന്താണ് ദ്വൈത സമൂഹം എന്ന് പറഞ്ഞാൽ? സം റൈറ്റേഴ്സ് ഹോൾഡ് ദാറ്റ് കൊളോണിയലിസം പ്രൊഡ്യൂസസ് എ ഡ്യുവലിസ്റ്റിക് സൊസൈറ്റി ഇൻ വിച്ച് വൺ സെക്ടർ ഈസ് മോഡേൺ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് വൈൽ അനദർ സെക്ടർ ഈസ് ട്രഡീഷണൽ ആൻഡ് പ്രീ ക്യാപിറ്റലിസ്റ്റ്. കൊളോണിയലിസം ഒരു ദ്വൈത സമൂഹത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. ഒരു ഭാഗം എന്നുള്ളത് ആധുനികമായതും മോഡേൺ ആയതും മുതലാളിത്തത്തിൽ അധിഷ്ഠിതമായതുമാണ്, മറ്റൊന്ന് പരമ്പരാഗതമായതും മുതലാളിത്തത്തിന് മുമ്പുള്ളതുമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ രണ്ട് മേഖലകളും ഒന്നുകിൽ മറ്റൊന്നിനെ അടിച്ചമർത്താനോ അട്ടിമറിക്കാനോ പര്യാപ്തമാകാതെ അടുത്തടുത്തായിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്ന രണ്ട് മേഖലകളാണ്. അങ്ങനെയുള്ള ഒരു ഡ്യുവലിസ്റ്റിക് സൊസൈറ്റിയാണ് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതെന്നവർ പറയുന്നുണ്ട്. ഇനി റാഡിക്കൽ വേർഷൻ ഓഫ് ദ ഡ്യുവലിസ്റ്റിക് മോഡൽ, ദ്വൈത മാതൃകയുടെ റാഡിക്കൽ പതിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് വ്യൂ കൊളോണിയലിസം ബിഗിൻസ് ദ ടാസ്ക് ഓഫ് മോഡേണൈസേഷൻ ബട്ട് ഫെയിൽസ് ടു കംപ്ലീറ്റ് ഇറ്റ്, ഗിവിംഗ് അപ്പ് ദ എഫേർട്ട് ഹാഫ് വേ. This leads to arrested growth of colonial economy and society. The semi-feudal features of agriculture are seen are remnants of the pre-colonial period. Colonialism is accused of preserving these semi-feudal features or at least of failing to uproot them. ഈ ഒരു ഡ്യുവലിസ്റ്റിക് മോഡലിൻ്റെ, അതായത് ഡ്യുവലിസ്റ്റിക് പതിപ്പിൻ്റെ റാഡിക്കൽ പതിപ്പാണ് കൊളോണിയലിസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ഷണം അനുസരിച്ച് കൊളോണിയലിസം ആധുനികവൽക്കരണത്തിൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല.
അവരുടെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയെ തടഞ്ഞു നിർത്തുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെ കൃഷിയുടെ അർദ്ധ ഫ്യൂഡൽ സവിശേഷതകൾ പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കാണുന്നുണ്ട്. കൊളോണിയലിസം ഈ അർദ്ധ ഫ്യൂഡൽ സവിശേഷതകൾ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവയെ പിഴുതെറിയുന്നതിലോ പരാജയപ്പെട്ടുവെന്നോ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ദ്വൈത മാതൃകയുടെ റാഡിക്കൽ പതിപ്പ് എന്നുള്ള വീക്ഷണം അനുസരിച്ച് കൊളോണിയലിസം ആധുനികവൽക്കരണത്തിന്റെ ദൗത്യം ആരംഭിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയെ തടഞ്ഞു നിർത്തുന്നതിലേക്കാണ് എത്തിക്കുന്നത്. അങ്ങനെ കൃഷിയുടെ അർദ്ധ ഫ്യൂഡൽ സവിശേഷതകൾ പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കൊളോണിയലിസത്തിന് ഈ അർദ്ധ ഫ്യൂഡൽ വ്യവസ്ഥയെ സംരക്ഷിക്കാനും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും കഴിഞ്ഞില്ല. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു റാഡിക്കൽ പതിപ്പായിട്ടാണ് കൊളോണിയലിസം മാറിയിട്ടുള്ളത്. ദെൻ പൊളിറ്റിക്കൽ ഡോമിനേഷൻ. എന്താണ് പൊളിറ്റിക്കൽ ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ? മെനി റൈറ്റേഴ്സ് സേ colonialization as nothing more than political domination or foreign political rule. The weakness of colonialism are seen as weakness of policies followed by individual colonial administrators. പല എഴുത്തുകാരും കൊളോണിയലിസത്തെ കാണുന്നത് രാഷ്ട്രീയ ആധിപത്യമോ വൈദേശിക രാഷ്ട്രീയ ഭരണമോ അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ദൗർബല്യങ്ങളെ നയങ്ങളുടെ ബലഹീനതകളായിട്ട് അവർ കാണുന്നുണ്ട്. പല എഴുത്തുകാരും കൊളോണിയലിസത്തെ കാണുന്നത് രാഷ്ട്രീയ ആധിപത്യമായിട്ടോ അല്ലെങ്കിൽ വൈദേശിക രാഷ്ട്രീയ ഭരണമായിട്ടോ ആണ്. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ദൗർബല്യങ്ങളെ നയങ്ങളുടെ ബലഹീനതകളായിട്ടാണ് അവർ കാണുന്നത്. ശേഷം വന്ന വ്യക്തിഗത കൊളോണിയൽ ഭരണാധികാരികൾ ഈ നയങ്ങളെ പിന്തുടരുന്നുണ്ട്, അവർ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നാച്ചർ ഓഫ് കൊളോണിയലിസം. എന്താണ് കൊളോണിയലിസത്തിൻ്റെ പ്രകൃതം എന്നുള്ളത് നോക്കാം. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. Colonialism produced a society which was neither capitalist as in Britain, nor was it pre-colonial or pre-capitalist. Thus, for example, India under British rule neither resembled capitalist Britain nor it was basically similar to Mughal India. ഇന്ത്യയിലെയോ ഈജിപ്തിലെയോ ഇന്തോനേഷ്യയിലെയോ കോളനികളിലെ കാർഷിക ബന്ധങ്ങളുടെ വികാസം ഈ ഒരു വശം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജമീന്ദാരി സിസ്റ്റം, റൈറ്റ് വാരി പ്രദേശങ്ങളിലെ ഭൂപ്രഭുത്വം പുതിയ ഒന്നായിരുന്നു. അത് മുഗൾ ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തന്നെ സൃഷ്ടിയായിരുന്നു. ഇന്ത്യൻ കൃഷിയെ മാറ്റിമറിക്കാനുള്ള കൊളോണിയൽ ഭരണാധികാരികളുടെ ശ്രമങ്ങളായിരുന്നു ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ കൃഷി മുതലാളിത്തമായിരുന്നില്ല, എന്നാൽ അതിന് ധാരാളം മുതലാളിത്തത്തിൻ്റെ ഘടകങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് സ്വത്ത് ബന്ധങ്ങളെല്ലാം മുതലാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. ഭൂമി ഇപ്പോൾ ഒരു സ്വകാര്യ സ്വത്താണ്. അതിൽ വലിയ തോതിൽ സ്വതന്ത്രമായി വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. It was a result of colonial rulers' effort to transform Indian agriculture. Indian agriculture was not capitalist, but it had many capitalist elements. For example, property relations were capitalist. Land was now a private property, which was freely bought and sold on a large scale. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സൃഷ്ടിയായിരുന്നു അത്. ഇന്ത്യൻ കൃഷിയെ മാറ്റിമറിക്കാനുള്ള കൊളോണിയൽ ഭരണാധികാരികളുടെ ശ്രമത്തിൻ്റെ ഫലമായിരുന്നു അത്. അപ്പോൾ ഇന്ത്യൻ കൃഷി എന്തല്ല, മുതലാളിത്തമല്ല, എന്നാൽ ഇതിന് ധാരാളം മുതലാളിത്തത്തിൻ്റെ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് സ്വത്ത് ബന്ധങ്ങൾ മുതലാളിത്തമാണ്. ഭൂമി ഇപ്പോൾ ഒരു സ്വകാര്യ സ്വത്താണ്. അത് വലിയ തോതിൽ സ്വതന്ത്രമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊളോണിയലിസത്തിൻ്റെ ഘടകങ്ങളുണ്ട് താനും, എന്നാൽ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് രീതിയിലുള്ള വ്യവസ്ഥകളല്ല താനും. ഈ രീതിയിലുള്ള ഒരു രീതിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇൻ ഫാക്ട് ദ കൊളോണിയൽ സൊസൈറ്റീസ് അണ്ടർവെൻ എ ഫണ്ടമെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ അണ്ടർ കൊളോണിയലിസം. They were made an integral part of the world capitalist system. For example, colonialism in India was a phenomenon as industrial capitalism in Britain. The two had developed together since the middle of 18th century. Capitalism was by its very nature a world system, that is, it must cover the entire world, but it does not cover the entire world in the same way.
വാസ്തവത്തിൽ കൊളോണിയലിസത്തിന് കീഴിൽ കൊളോണിയൽ സമൂഹങ്ങൾ അടിസ്ഥാനപരമായ ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്നുണ്ട്. അവരെ ലോക മുതലാളിത്ത വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ബ്രിട്ടനിലെ വ്യാവസായിക മുതലാളിത്തം പോലെ തന്നെ ആധുനികമായ ഒരു പ്രതിഭാസമായിരുന്നു ഇന്ത്യയിലെ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ രണ്ടും ഒരുമിച്ച് വികസിച്ച ഘടകങ്ങളാണ്. മുതലാളിത്തം അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ലോക വ്യവസ്ഥയാണ്, അതായത് അത് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വ്യവസ്ഥയാണ്. എന്നാൽ അത് ലോകത്തെ മുഴുവൻ ഒരേ രീതിയിലല്ല ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലുള്ള കൊളോണിയലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കൊളോണിയലിസ്റ്റ് വ്യവസ്ഥ ബ്രിട്ടൻ്റെ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്നില്ല, എന്നാൽ ചില ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും അത് ബ്രിട്ടൻ്റെ രീതിയിലുള്ളതായിരുന്നില്ല, എന്നാൽ പൂർണ്ണമായും ഇന്ത്യയുടെ പരമ്പരാഗത മാർഗത്തിലുള്ളതുമായിരുന്നില്ല. ഈ രീതിയിലുള്ളതാണ് ഇന്ത്യയിൽ കൊളോണിയലിസം ഉണ്ടായിരുന്നത്. ഇറ്റ് ഹാസ് വൺ ഫേസ് ഇൻ ദ മെട്രോപോളിസ് ആൻഡ് അതർ ഇൻ ദ കോളനീസ്. ഇറ്റ് ഡെവലപ്സ് ദ മെട്രോപോളിസ് ആസ് എ മോഡേൺ ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് കൺട്രി. ഇറ്റ് അണ്ടർ ഡെവലപ്സ് ദ കോളനി. It has one face in the metropolis and another in the colonies. It develops the metropolis as a modern, industrially developed country. It underdevelops the colony. ഇതിന് മഹാനഗരത്തിൽ ഒരു മുഖവും കോളനികളിൽ മറ്റൊരു മുഖമാണുള്ളത്. അത് ഒരു മോഡേൺ വ്യാവസായികമായി വികസിത രാജ്യങ്ങളുമായിട്ട് മെട്രോപോളിസിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. അത് കോളനിയെ അവികസിതമായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നഗരങ്ങളിലൊരു മുഖവും കോളനികളിൽ മറ്റൊരു മുഖവുമാണ് ഈ കൊളോണിയലിസത്തിന് ഉള്ളത്. The same capitalist process which produces economic development in the metropolis and makes it an advanced capitalist country produces and maintains underdevelopment in the colonies and transform them into colonial societies. മഹാനഗരങ്ങളിൽ സാമ്പത്തിക വികസനം ഉൽപ്പാദിപ്പിക്കുകയും അതിനൊരു വികസിത മുതലാളിത്ത രാജ്യമാക്കുകയും ചെയ്യുന്ന അതേ മുതലാളിത്ത പ്രക്രിയ കോളനികളിൽ അവികസിതാവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിനെ നിലനിർത്തി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയെ കൊളോണിയൽ സമൂഹമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. Colonialism uproots all society and economy, but the new colonial society and economy are as much a barrier to modern economic development as are the old pre-capitalist economy and society. കൊളോണിയലിസം പഴയ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും പിഴുതെറിയുന്നുണ്ട്. എന്നാൽ പുതിയ കൊളോണിയൽ സമൂഹവും സമ്പദ് വ്യവസ്ഥയും പഴയതും മുതലാളിത്തത്തിന് മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയും സമൂഹവും ഒരുപോലെ ആധുനിക സാമ്പത്തിക വികസനത്തിന് ഒരു തടസ്സമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊളോണിയലിസം പഴയ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും പിഴുതെറിയുന്നു, എന്നാൽ പുതിയ കൊളോണിയൽ സമൂഹവും സമ്പദ് വ്യവസ്ഥയും പഴയതും മുതലാളിത്തത്തിന് മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയും സമൂഹവും ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ, അതായത് പുതിയതിലേക്ക് വന്നിട്ടില്ല എന്നാൽ പഴയതിൽ നിന്ന് പോരുകയും ചെയ്തു. ആ രീതിയിലാണ് കൊളോണിയലിസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എ കോളനി ഈസ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ഓർ മെയ്ഡ് എ പാർട്ട് ഓഫ് world capitalist system but without taking part in industrial revolution or the development of capitalist production. Colonialism in fact blocks the development of modern capitalism in the colonies. അപ്പോൾ ഒരു കോളനി ലോക മുതലാളിത്ത വ്യവസ്ഥയുമായി സംയോജിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ വ്യാവസായിക വിപ്ലവത്തിൽ പങ്കെടുക്കാതെ മുതലാളിത്ത ഉൽപ്പാദനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. കൊളോണിയലിസം യഥാർത്ഥത്തിൽ കോളനികളിലെ മോഡേൺ മുതലാളിത്തത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കോളനികളിലുള്ള മുതലാളിത്ത വികാസത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകം കൂടിയാണ് എന്ത് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ. ഇമ്പാക്റ്റ് ഓൺ കോളനി. ഈ കോളനികളിൽ കൊളോണിയലിസത്തിൻ്റെ ആഘാതം, അതിൻ്റെ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ടു ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കൊളോണിയലിസം ആർ: വൺ ഈസ് ദ കംപ്ലീറ്റ് സബോർഡിനേഷൻ ഓഫ് ദ കോളനി ടു ദ നീഡ്സ് ഓഫ് ദ മെട്രോപോളിസ് ഓർ ദ ഇമ്പീരിയലിസ്റ്റിക് പവർ. ഒന്നെന്താണ്? കോളനിയെ മെട്രോപോളിസിൻ്റെയോ സാമ്രാജ്യത്വ ശക്തിയുടെയോ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുക. സെക്കൻഡ് ഈസ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കോളനി ഓർ അപ്രോപ്രിയേഷൻ ഓഫ് ദ കോളനീസ് എക്കണോമിക് സർപ്ലസ് ബൈ മെട്രോപോളിസ്. രണ്ടാമത്തേത് കോളനിയുടെ സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ കോളനിയുടെ സാമ്പത്തിക മിച്ചം അത് ആ മഹാനഗരം ഏറ്റെടുക്കുന്നതാണ്.
The economic surplus in the colony is produced in many different ways. വിവിധ തരത്തിലാണ് ഈ സാമ്പത്തിക മിച്ചം എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. From traditional agriculture to plantations to modern mining and factory production. But the essence of colonialism is appropriation of this surplus by various classes of the imperialist country. Subordination means that the basic issues of the colony's economy and social political development are not determined by the colony's own needs, but the needs and interests of the metropolitan economy of the metropolitan capitalist class. Colonialism is thus much more than political control or colonial policies. It is best seen as a structure. Colonial interests and policies, colonial states and administrative institutions, colonial culture and society, colonial ideas and colonial ideologies all function within the framework of colonial structure. ഇപ്പോൾ കൊളോണിയലിസത്തിൻ്റെ രണ്ട് അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, കോളനിയെ മെട്രോപോളിസിൻ്റെയോ സാമ്രാജ്യത്വ ശക്തിയുടെയോ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടുത്തുക. രണ്ടാമത്, കോളനിയുടെ സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ കോളനിയുടെ സാമ്പത്തിക മിച്ചം സ്വരൂപിക്കുക. ഇതെങ്ങനെയാണ് ഈ സാമ്പത്തിക മിച്ചം ഉണ്ടാവുന്നത്? പരമ്പരാഗത കൃഷി മുതൽ തോട്ടങ്ങൾ വരെ ആധുനിക ഖനനവും ഫാക്ടറി ഉൽപ്പാദനവും വരെയുള്ള മേഖലകളിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക മിച്ചം സ്വരൂപിക്കുന്നുണ്ട്. സാമ്രാജ്യത്വം രാജ്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഈ മിച്ചം പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോളനിയുടെ സമ്പദ് വ്യവസ്ഥയുടെയും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മെട്രോപൊളിറ്റൻ മുതലാളിത്ത വർഗത്തിൻ്റെയും ആവശ്യങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് അവർ സാമ്പത്തിക മിച്ചം പിഴുതെടുക്കുന്നു, അവരെ കീഴ്പ്പെടുത്തുന്നു. കൊളോണിയലിസം രാഷ്ട്രീയ നിയന്ത്രണങ്ങളെക്കാളും കൊളോണിയൽ നയങ്ങളെക്കാളും സാമ്പത്തികമായിട്ടുള്ള പിഴുതെടുക്കൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചൂഷണമാണ് പ്രാധാന്യം നൽകുന്നത്. ഇതൊരു ഘടനയാണ്. കൊളോണിയൽ താൽപ്പര്യങ്ങളും നയങ്ങളും കൊളോണിയൽ ഭരണകൂടവും ഭരണസ്ഥാപനങ്ങളും കൊളോണിയൽ സംസ്കാരവും സമൂഹവും ഒക്കെ തന്നെ കൊളോണിയൽ സംസ്കാരവും നമ്മുടെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊളോണിയലിസത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ടായിരുന്നു. കൊളോണിയൽ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം തന്നെ ഈ ഒരു കൊളോണിയൽ ഭരണഘടനയുടെ അല്ലെങ്കിൽ കൊളോണിയൽ ഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരിക്കലും ഒരു സാംസ്കാരിക മാറ്റമോ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റമോ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊളോണിയലിസം അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊളോണിയലിസത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റേജസ് ഓഫ് കൊളോണിയലിസം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്? കൊളോണിയലിസം ഈസ് നോട്ട് വൺ കണ്ടിന്യൂസ് ഫിനോമിനൽ ഓൺ യൂണിഫൈഡ് സ്ട്രക്ചർ. കൊളോണിയലിസം ഗോസ് ത്രൂ സെവറൽ സ്റ്റേജസ്. The subordination of the colonial country and its exploitation remain constant, but the forms of subordination and exploitation undergo changes over time from one stage to another. These changes are linked to several factors. കൊളോണിയലിസം ഒരു തുടർച്ചയായ പ്രതിഭാസമോ ഏകീകൃതമായ ഘടനയോ അല്ല. കൊളോണിയലിസം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൊളോണിയൽ രാജ്യത്തിൻ്റെ കീഴ്വഴക്കവും അതിൻ്റെ ചൂഷണവും സ്ഥിരമായിട്ട് തുടരുന്നുണ്ട്. എന്നാൽ കീഴ്വഴക്കത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും രൂപങ്ങൾ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നുണ്ട്, കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ പല ഘടകങ്ങളുമായി ബന്ധപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, the historical development of capitalism as a world system, the changing pattern of individual metropolitan or imperialist countries, economic, social and political development, the changing position it occupies in the world system, and the colony's own historical development. ഉദാഹരണത്തിന്, ഒരു ലോക വ്യവസ്ഥ എന്ന നിലയിൽ മുതലാളിത്തത്തിൻ്റെ ചരിത്രപരമായ വികാസം നടക്കുന്നുണ്ട്. വ്യക്തിഗത മെട്രോപൊളിറ്റൻ രാജ്യത്തിൻ്റെ മാറുന്ന പാറ്റേണുകൾ, സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വികസനം, ലോക വ്യവസ്ഥയിൽ അത് വഹിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥാനം, ഈ രീതിയിലെല്ലാം കൊളോണിയലിസത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ ചേഞ്ചസ് നടക്കുന്നുണ്ട്.
Colonialism may be divided into three distinct stages which were related to distinct forms of exploitation or surplus appropriation. Colonialism may be divided into three distinctive stages were related to distinct form of exploitation or surplus appropriation. Consequently, each stage represents a different pattern of subordination of colony economy, society and polity, and therefore different colonial policies, political and administrative institutions, ideologies and impact, also different responses by the colonial people. Stages of colonialism for different colonies are not bound by the same time horizons. Different stages occur in different colonies at different times. That is, different stages occupy different periods in different countries, but the content of a stage remains broadly the same whenever and wherever it may occur. കൊളോണിയലിസത്തെ 3 വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് വിഭജിക്കാൻ പറ്റും. അവ ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ മിച്ച വിനിയോഗത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓരോ ഘട്ടവും കൊളോണിയൽ സമ്പദ് വ്യവസ്ഥ, സമൂഹം, രാഷ്ട്രീയം എന്നിവയുടെ കീഴ്വഴക്കത്തിൻ്റെ വ്യത്യസ്ത മാതൃകയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കൊളോണിയൽ നയങ്ങൾ, രാഷ്ട്രീയ ഭരണ സ്ഥാപനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇവയുടെ സ്വാധീനം എന്നിവയും കൊളോണിയൽ ജനതയുടെ വ്യത്യസ്ത പ്രതികരണങ്ങളും വ്യത്യസ്ത കോളനികൾക്കുള്ള കൊളോണിയലിസത്തിൻ്റെ ഘട്ടങ്ങളും ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യത്യസ്ത കൊളോണിയൽ നയങ്ങൾ, രാഷ്ട്രീയ ഭരണ സ്ഥാപനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അവയുടെ സ്വാധീനം, അതുപോലെ വിവിധ കൊളോണിയൽ ജനങ്ങളുടെ പ്രതികരണം ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. വ്യത്യസ്ത കോളനികൾക്കുള്ള കൊളോണിയലിസത്തിൻ്റെ ഘട്ടങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നതല്ല. വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്ത കോളനികളിൽ, വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതായത് വ്യത്യസ്ത ഘട്ടങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള ഒരു പ്രദേശത്തിലെ കൊളോണിയലിസത്തിൻ്റെ രീതി ആയിരിക്കില്ല മറ്റൊരു പ്രദേശത്ത്. ആ രാജ്യത്ത് ഏത് രീതിയിലാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള കൊളോണിയലിസത്തിൻ്റെ രീതിയിലാണ് അവിടെ അല്ലെങ്കിൽ കോളനിവൽക്കരണം നടക്കുന്നത്. വ്യത്യസ്ത ഘട്ടങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ എന്നാൽ ഒരു സ്റ്റേജിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കണ്ടൻറ്റ്, അത് എപ്പോൾ എവിടെ സംഭവിച്ചാലും ഒരേപോലെ തന്നെ ആയിരിക്കും. We should also notice stage of colonialism not occur in a pure form, nor is there a sharp and complete break between one stage and another. Forms of surplus appropriation or exploitation and other features of colonialism from earlier stages continue into the later stages. Different stages are however marked by distinct dominant features. There is a qualitative change from one stages to another. കൊളോണിയലിസത്തിൻ്റെ ഘട്ടങ്ങൾ അതിൻ്റെ ശുദ്ധമായ രൂപത്തിലല്ല എല്ലായിടങ്ങളിലും സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ഘട്ടത്തിനും മറ്റൊന്നിൻ്റെ ഇടയിലേക്ക് കയറി വരാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു ഇടവേള കൊടുത്തിട്ട് വേറൊരു ഘട്ടം കയറി വരിക, ആ രീതിയിലല്ല. മിച്ച വിനിയോഗത്തിൻ്റെയോ ചൂഷണത്തിൻ്റെയോ രൂപത്തിൽ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. കൊളോണിയലിസത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ചില സവിശേഷതകളുണ്ട്. അതേ ഘട്ടങ്ങൾ പിന്നീടും തുടർന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും വ്യത്യസ്ത ഘട്ടങ്ങൾ വ്യത്യസ്തമായ പ്രബലമായ സവിശേഷതകൾ ഉള്ളതായിരുന്നു. ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ കൊളോണിയലിസം ഉള്ള രീതി ആയിരിക്കില്ല മറ്റ് പ്രദേശങ്ങളിൽ കൊളോണിയലിസത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. Basic features of colonialism and its different stages can be illustrated from the history of colonialism in modern India. This is especially so because historians agree on treating India as a classic colony. The basic character of British rule did not remain the same through its long history of nearly 200 years. The changing patterns of Britain's position in the developing world capitalist economy led to changes in the nature of British colonialism in India. That is changes in form of exploitation and consequently in colonial policies, impact and Indian response. കൊളോണിയലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളും അതിൻ്റെ വിവിധ ഘട്ടങ്ങളും ആധുനിക ഇന്ത്യയിലെ കൊളോണിയലിസത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ഇന്ത്യയെ ഒരു ക്ലാസിക് കോളനി ആയിട്ട് കണക്കാക്കുന്നതിനെ ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നുണ്ട്. ഏകദേശം 200 വർഷത്തെ നീണ്ട ചരിത്രത്തിലൂടെ
ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അതേപടി ആയിരുന്നില്ല. വികസിത ലോക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ബ്രിട്ടൻ്റെ നിലപാടിനെ മാറുന്ന പാറ്റേൺ ബ്രിട്ടീഷുകാരുടെ സ്വഭാവത്തിലും ഇന്ത്യയിലെ കൊളോണിയലിസത്തിലും, അതായത് ചൂഷണത്തിൻ്റെ രൂപങ്ങളിലും അതിൻ്റെ ഫലമായിട്ട് കൊളോണിയൽ നയങ്ങളിലും സ്വാധീനത്തിലും ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. The last two aspects, that is impact of colonialism on India and the response of Indian people, will be discussed in other units. Colonial policies will also be discussed at length later in other units, but we will now discuss the basic features of colonialism in India during the different stages, as also reasons for transition or changes from one stage of colonialism to another. Okay. അവസാനത്തെ 2 ഭാഗങ്ങൾ, അതായത് കൊളോണിയലിസം ഇന്ത്യയിൽ ചെലുത്തുന്ന സ്വാധീനവും ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതികരണവും ആണ് നമുക്ക് മറ്റ് യൂണിറ്റുകൾ പറയാനുള്ളത്. അപ്പോൾ കൊളോണിയൽ നയങ്ങൾ പിന്നീട് മറ്റ് യൂണിറ്റുകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ കൊളോണിയലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളെക്കുറിച്ചും കൊളോണിയലിസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനുള്ള കാരണങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.